ഹായ്. അപ്പോൾ അതായത് നമ്മൾ ആ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് ഒന്നാം വെള്ളിയാഴ്ച കുരേശൻ്റെ അവിടെ പോകാൻ വേണ്ടിയാണ് മട്ടാഞ്ചേരി പള്ളിയിൽ. അപ്പോൾ അവിടെ നിന്ന് നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കണത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി 8 മണി കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. അപ്പോൾ അതിന് വേണ്ടി നേർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. നേർച്ചയല്ല, ഞങ്ങൾ ഉണ്ണിയപ്പം കൊടുക്കാമെന്ന് മനസ്സിലായി വിചാരിച്ച്, നേർച്ചയായിട്ടൊന്നുമല്ല. അങ്ങനെ ഞാൻ ഇതേ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. ആദ്യമൊക്കെ ഉണ്ടാക്കി, പിന്നെ 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇതുണ്ടാക്കണത്. അതാണ് ഇത്തിരി എണ്ണയൊക്കെ ഇതായിരിക്കുന്നത്. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇത്ര ക്ലിയർ ആകാറില്ല. എന്ന് വെച്ചാൽ അറിയുമ്പോൾ തന്നെ പലരോടും ചോദിക്കും ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും പല പല അഭിപ്രായമാണ്. മൈദപ്പൊടി ചേർക്കും, ഗോതമ്പ് പൊടി, റവ, ഇതൊക്കെ. പക്ഷേ ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചി എന്നോട് പറഞ്ഞിട്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്ത്. അതുകൊണ്ട് അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ പാക്ക് ചെയ്ത് 75 ഉണ്ണിയപ്പം ഞാൻ പള്ളിയിലോട്ട് കൊണ്ടുപോയി. നമുക്കിത് പള്ളിയിൽ പോകുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ്. ഇങ്ങനെ എല്ലാവരും കൂടിയൊക്കെ പള്ളിയിൽ പോകലും. ഞാൻ ഒന്നാം വെള്ളിയാഴ്ച വേണ്ടി ഞാൻ നോക്കിയിരിക്കും ഇങ്ങനെ പോകാമെന്ന് ഓർത്ത്. എപ്പോഴും മുട്ടം തിരക്കായിരിക്കും പള്ളിയിൽ. വണ്ടി അതാണ് ഞങ്ങൾ കുറേ ദൂരത്ത് തന്നെ വെക്കും, അല്ലെങ്കിൽ വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ നമുക്ക് പറ്റില്ല, അത്രയ്ക്ക് ബ്ലോക്കായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം തിരക്കേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൃപാസനത്തിലെ പത്രമൊക്കെ എടുത്തിട്ടുണ്ട്. ആ വെള്ളിയാഴ്ച ഞങ്ങൾ രാവിലെ പോയി കൃപാസനത്തിൽ പത്രമൊക്കെ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കെട്ട് പത്രം ഞാൻ മട്ടാഞ്ചേരി പള്ളിയിലും കൊടുക്കും, ഒരു കെട്ട് പത്രം ഞാൻ ഞങ്ങളുടെ അടുത്ത വീടിനടുത്തൊക്കെ കൊണ്ടുനടന്ന് കൊടുക്കും. ഇതേ പത്രമൊക്കെ കൊടുക്കണേ പള്ളിയിൽ നിന്നുണ്ട്. അപ്പോൾ എൻ്റെ ആങ്ങളെനെ കണ്ടപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ തിരിച്ച് പോരുമ്പോൾ ഒരു പൂമാല അവിടെ നിർത്തി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ രൂപത്തിന് കൊണ്ടുവന്നിടും. അപ്പോൾ ഞങ്ങൾ ചായക്കടയിൽ കയറാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല മഴയും പെയ്താലാന്നോർത്ത് ഞങ്ങൾ കടയിൽ കയറണ്ടെന്ന് വെച്ച്. അപ്പോൾ അതെ എല്ലാവരും നല്ല ഹാപ്പിയാണ്, എല്ലാവരും ആടി പാടിയൊക്കെയാണ്. പത്രമൊക്കെ ടാറ്റ ബൈ ബൈ.